ഓപ്പറേഷൻ സിന്ദൂർ ഇത് അവസാനിച്ച് ഇത്രകാലം കഴിഞ്ഞിട്ടും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണ്. മറ്റൊന്നുമല്ല, ഓപ്പറേഷൻ സിന്ദൂറിൽ വെടിനിർത്തലിനുള്ള പാകിസ്ഥാൻ ഇന്ത്യയോട് അപേക്ഷിച്ചു എന്നുള്ളതിൻ്റെ പ്രധാന കാരണം അത് കിരാന ഹിൽസിലെ ആക്രമണമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ചില വിവരങ്ങൾ. വ്യോമയാന വിദഗ്ധൻ ടോം കൂപ്പർ പാകിസ്ഥാൻ ആണവായുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന കിരാന ഹിൽസിലെ ഭൂഗർഭ അറകളിലേക്ക് ഇന്ത്യ ആക്രമണം നടത്തി എന്ന് സ്ഥിരീകരിക്കുകയാണ്. ഈ കിരാന ഹിൽസിലെ 2 പ്രവേശന കവാടങ്ങളിലാണ് ഇന്ത്യൻ മിസൈലുകൾ പതിച്ചതെന്നും കൂപ്പർ പറഞ്ഞു വെക്കുന്നത്. ഇതിലൂടെ പാകിസ്ഥാൻ വിരണ്ടു. പാകിസ്ഥാന് ഇന്ത്യ വ്യക്തമായ സന്ദേശം നൽകി. തുടർന്ന് പാകിസ്ഥാൻ ഇന്ത്യയെ വിളിച്ചിട്ട് വെടിനിർത്തൽ വേണം എന്ന് അപേക്ഷിക്കുകയായിരുന്നു. നമുക്കറിയാം, അത് അത്തരത്തിൽ ഇന്ത്യ വീണ്ടും കിരാന ഹിൽസിൽ ആക്രമണം തുടർന്നാൽ അത് പാകിസ്ഥാനിൽ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ ചില്ലറയല്ല എന്ന് വളരെ വ്യക്തമായ ബോധ്യമുള്ള രാജ്യം കൂടിയായി പാകിസ്ഥാൻ മാറുകയാണ്. നേരത്തെ നമുക്കറിയാം, ഇന്ത്യയുടെ വ്യോമയാന രംഗത്തെ പ്രധാനപ്പെട്ട ചുമതലക്കാരൊക്കെ ഇത്തരം കാര്യങ്ങൾ സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. കിരാന ഹിൽസിൽ ആണവായുധമുണ്ടോ എന്നാണ് ഇന്ത്യയുടെ തലവൻ, വ്യോമയാന തലവനടക്കം അന്ന് പത്രക്കാരോട് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. ഞങ്ങൾക്കറിയില്ല എന്ന് ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ അവിടെയാണ് ഇപ്പോൾ കൂപ്പറിൻ്റെ വെളിപ്പെടുത്തൽ വളരെ വ്യക്തമായി തന്നെ പാകിസ്ഥാൻ നൽകിയ സന്ദേശത്തെക്കുറിച്ച് സൂചനകൾ നൽകുന്നത്. വി വിനോദ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. വിനോദ്, ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും നമ്മൾ ജലയുദ്ധമായി തുടരുകയാണ്, സംശയമില്ല. ഇന്നലെയും നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടിരുന്നു. തുടർച്ചയായി നമ്മുടെ നദികളിൽ നിന്ന് പാകിസ്ഥാന് ലഭിച്ചുകൊണ്ടിരുന്ന ജലം തടയുന്നുണ്ട്. അപ്പോഴാണ് കിരാന കുന്നുകളിലുണ്ടായ ആക്രമണം വീണ്ടും ചർച്ചയാകുന്നത്. എന്താണ് കൂപ്പർ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ? രഞ്ജിത്ത്, പാകിസ്ഥാനെ സംബന്ധിച്ച് വളരെ തന്ത്രപ്രധാനമായ സ്ഥലമാണ് കിരാന ഹിൽസ്. കാരണം അവരുടെ ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്, പ്രധാനപ്പെട്ട ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കിരാന ഹിൽസിലാണ്. അവിടെ ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായി എന്ന വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് ടോം കൂപ്പറുടെ ഭാഗത്ത് നിന്ന് വെളിപ്പെടുത്തലായി ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം, ഈ വ്യോമയാന വിദഗ്ധനായ ടോം കൂപ്പർ, ഇങ്ങനെ ഒരു കാര്യം വിശദീകരിക്കുന്നത്. പക്ഷേ ഇന്ത്യയോ അല്ല കേന്ദ്ര സർക്കാരോ പ്രതിരോധ മന്ത്രാലയമോ ആ തരത്തിൽ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നോ ഇതുവരെ അങ്ങനെ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പക്ഷേ ആക്രമണം ഉണ്ടായി എന്നത് വളരെ കൃത്യമായി പറയുന്നു. ചില ദൃശ്യങ്ങൾ കൂടി അദ്ദേഹം ഇതിനെ അടിസ്ഥാനമായി പറയുന്നുണ്ട്. 2025 മെയ് 10 കിരാന ഹിൽസിൽ ഇന്ത്യ ആക്രമണം നടത്തി എന്ന കാര്യമാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. മാത്രമല്ല, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് വ്യക്തമാണ്. ആദ്യം അവിടുത്തെ റഡാർ സ്റ്റേഷനിലാണ് ആക്രമണം നടത്തുന്നത്. അവിടെ നിന്ന് പുകച്ചുരുളുകൾ ഉയരുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതിനുശേഷം ഈ ആണവ കേന്ദ്രത്തിൻ്റെ 2 കവാടങ്ങൾ, പ്രധാനപ്പെട്ട 2 കവാടങ്ങളിൽ ഇന്ത്യൻ മിസൈലുകൾ പതിച്ചു. ഇതിൻ്റെ ദൃശ്യങ്ങൾ ആ നാട്ടുകാർ തന്നെ ചിത്രീകരിക്കുകയും ചെയ്തു. പിന്നീട് നാട്ടുകാരാണ് മാധ്യമങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾ നൽകുകയും അങ്ങനെ ഈ ദൃശ്യങ്ങൾ പുറത്താവുകയും ചെയ്യുന്നത്. ഈ ദൃശ്യങ്ങൾ കിരാന ഹിൽസിൽ ഇന്ത്യയുടെ ആക്രമണമായി സംഭവിച്ച